நான் ஒன்று சொல்கிறேன் சார், நான் கமல் ஃபேன் சார். கமல் ஃபேன்னு சொல்லி நான் கேட்டேனா? അപ്പൊ പുരിയില്ല. സത്യം ഇപ്പൊ പുരിയത്. സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്തുവാന്ന് എല്ലാം മനസ്സിലായി. ഇപ്പൊ പുരിയത്. ഇത് വെറും ഒരു ആവറേജ് പടമാണ്. ഇതിനകത്ത് വലിയായിട്ടൊന്നും ഇല്ല. പഴയ കഥകൾ തന്നെ പിന്നെയും പിന്നെ എടുത്ത് വെച്ചത്. ഭയങ്കര ഹൈപ്പായിരുന്നു ഇതിന്. ഇതുണ്ടാക്കിയ ലോക്കി തന്നെ ആണോ എന്ന് സംശയമായിരുന്നു. അതുപോലായിരുന്നു ഈ സിനിമ. ഇതെല്ലാം ഉണ്ട്. കൈദിയുണ്ട്, വിക്രമുണ്ട്, ലിയോ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വെച്ചിട്ടാണ് ഈ കൂലി എന്ന് പറയുന്ന സിനിമ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എല്ലാ സിനിമയിലെയും കുറെ പാട്ടെല്ലാം കൂടെ കോപ്പി ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. മുടിച്ചിടലാമ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ മുടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സിനിമ പോക്കാണ്. ഇതിനകത്ത് അവസാനം അമീർ ഖാനെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ അമീർ ഖാനെ കൊണ്ടുവന്നെന്ന് ഇതുമായിട്ട് മനസ്സിലായിട്ടില്ല. ഈ സിനിമയിൽ അമീർ ഖാന്റെ ആവശ്യതയില്ല, വെറുതെ കൊണ്ടുവന്നതാണ്. അവസാനം വിക്രത്തി റോളക്സിനെ കൊണ്ടുവന്നത് കൂട്ട് ഇതിനകത്ത് അമീർ ഖാനെ കൊണ്ടുവന്നു. പക്ഷെ അമീർ ഖാൻ എന്തിനാ വന്നത്? വെറുതെ വീഡിയോ വെച്ചിട്ട് പോകാൻ. അല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല. അമീർ ഖാൻ കോമാളിയാക്കി വിട്ടെന്ന് പറഞ്ഞാൽ കോമാളിയാക്കി വിട്ട്, അല്ലാതെ ഒരു ഗുണവും ഇല്ല അമീർ ഖാനെ കൊണ്ട്. ഒരു ഗൂസ് ബോംസ് ഒന്നും ഇല്ലാത്ത സിനിമയ്ക്കകത്തില്ല. ഇതിനകത്ത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ടൈറ്റിൽ കാർഡ്. പിന്നെ രണ്ടാമത്തെ അവസാനം DAG ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കിടിലമാണ്. അത് അതിന്റെ അകത്ത് ആ BGM കൂടി ഇടുമ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ അടിപൊളിയായിരുന്നു. എന്തായാലും വല്ലാത്തൊരു പണ്ണലായി പോയി. പണ്ണി അവസാനം രജനീകാന്തിനെയും പണി.